മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഇനി ഭാരതീയ ജനതാ പാർട്ടിക്ക് 0 എന്നുള്ളത് വ്യക്തമായി മാറാൻ പോകുന്നു. എക്സിറ്റ് പോളുകളിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് 11 സീറ്റുകളിലേക്ക് വരെ BJP എന്നുള്ളത് വ്യക്തമായി കൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നു, BJP നമ്മുടെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, അതൊരു തർക്കവുമില്ലാത്ത വിഷയമാണ് എന്ന്. ഏതൊക്കെ സീറ്റുകളിലാണ്? ടുഡേസ് ചാണക്യയിൽ ഉൾപ്പെടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 11 വരെ സീറ്റ് BJPക്ക് ലഭിക്കും. അതായത് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് BJP ജയിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. ഏതൊക്കെ മണ്ഡലത്തിൽ BJPയുടെ കൊടി പാറും എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു തർക്കമില്ലാത്ത വിഷയമാണ്, നിയമമണ്ഡലത്തില് ഭാരതീയ ജനതാ പാർട്ടി രാജീവ് ചന്ദ്രശേഖർ അവിടെ വിജയിക്കുമെന്നുള്ളത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ തന്നെ BJPക്ക് വലിയ ഭൂരിപക്ഷം ഈ നിയമമണ്ഡലത്തിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തില് മത്സരിച്ചതും രാജീവ് ചന്ദ്രശേഖർ ആണ് എന്നുള്ളതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ട് തന്നെയാണ്. നിയമമണ്ഡലം 100% ഉറപ്പാണ് BJP വിജയിക്കുമെന്നുള്ളത്. രണ്ടാമതായിട്ട് വരുന്ന സീറ്റ് എന്ന് പറയുന്നത് കഴക്കൂട്ടം സീറ്റാണ്. മുരളീധരൻ. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ ചർച്ചയൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു നേതാവായിരുന്നു മുരളീധരൻ എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ റിസൾട്ട് വന്ന സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞെട്ടിത്തെറിച്ചാണ് ആ റിസൾട്ട് കണ്ടിട്ടുള്ളത്. ഇഞ്ചോടിഞ്ചു മത്സരം, ത്രികോണ മത്സരം മുരളീധരൻ ആറ്റിങ്ങലിൽ കാഴ്ചവെച്ചു എന്ന് ഒരു റിസൾട്ട് പുറത്തു വന്നതോടുകൂടിയാണ് മുരളീധരൻ ഈ പറയുന്ന ഇലക്ഷനിൽ ചില്ലറക്കാരനല്ല എന്ന് കേരളം വിലയിരുത്തിയത്. ഒരു തർക്കവും വേണ്ട, കഴക്കൂട്ടം മണ്ഡലത്തിലും BJP വിജയിച്ചു കയറും എന്നുള്ളത് 100% ഉറപ്പുള്ളതാണ്. അത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പോലും ഒരേ സ്വരത്തിൽ പറയുന്നു, രാജീവ് ചന്ദ്രശേഖർ അതേപോലെ തന്നെ കഴക്കൂട്ടത്ത് മുരളീധരനും വിജയിക്കും എന്നുള്ളത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും സാധ്യതയുള്ളത് മഞ്ചേശ്വരം മണ്ഡലമാണ്. സുരേന്ദ്രൻ. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയുള്ള മഞ്ചേശ്വരത്തെ മത്സരം എടുത്തു നോക്കിയാൽ കപ്പനും ചുണ്ടിനും ഇടയിൽ എന്ന് പറയുന്നത് പോലെ വളരെ, അതായത് 89 വോട്ടിന്റെ ഒരു മാറ്റം, അതായത് 100ൽ താഴെ വോട്ടിനാണ് സുരേന്ദ്രൻ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത്തവണ നമുക്കറിയാം UDFന്റെ സ്ഥാനാർത്ഥി SCPI മതേതരക്കാരാണ്. SCPI സ്ഥാനാർത്ഥിയെ നിർത്തിയ സമയത്ത് അവരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഇടപെട്ട് അവരെ പിൻവലിപ്പിച്ച് UDF സ്ഥാനാർത്ഥി മതേതരമാണ് SCPI എന്ന് ഉറപ്പില്ലാതെ പറഞ്ഞങ്ങനെ പരാജയത്തിന്റെ കൊടുമുടിയിൽ UDF എത്തി എന്നുള്ളത് മറ്റൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഇത് മഞ്ചേശ്വരത്തെ ജനത കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു മതേതര ഐക്യം കൃത്യമായിട്ട് മഞ്ചേശ്വരത്ത് ഉണ്ടായിക്കഴിഞ്ഞു. അതിലൊരു തർക്കമില്ലാത്ത വിഷയമാണ്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ വിജയിക്കുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് ഏറ്റവും പ്രതീക്ഷയുള്ള 4ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ, പാലക്കാട്. നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിച്ചോ അവിടെയൊക്കെ തന്നെ വലിയ രീതിയിൽ വോട്ട് കൂട്ടിയിട്ടുണ്ട്. വളരെ വലിയ രീതിയിൽ വോട്ട് കൂട്ടിയിട്ടുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം കരുത്തുറ്റ ലീഡറാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് പാലക്കാട്ടേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിയ സമയം മുതൽ അവരെ വേട്ടയാടുകയാണ്. ഇതൊക്കെ തന്നെ പാലക്കാട്ടെ ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയൊക്കെ ഏത് രീതിയിലാണ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ഉൾപ്പെടെ പാലക്കാട്ടെ ജനത തിരിച്ചറിഞ്ഞതാണ്. കൃത്യമാണ്, വ്യക്തമാണ്, ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വിജയിച്ചിരിക്കും. ഇനി 5ാമത്തെ സീറ്റ് എടുത്തു നോക്കുമ്പോൾ വളരെ വ്യക്തമാണ്, ചാത്തന്നൂർ സീറ്റാണ്. അതായത് BB ഗോപകുമാർ. നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ പോലും മറന്നു പോകുന്നൊരു പ്രധാനപ്പെട്ട ഒരു സീറ്റാണ്.
ഈ ബി ഗോപകുമാറാണ് 2011 മുതൽ ഈ പറയുന്ന ചാത്തന്നൂര് മത്സരിച്ച് മുന്നോട്ട് പോകുന്നത്. 2011 ബി ഗോപകുമാർ ചാത്തന്നൂര് മത്സരിക്കുന്ന സമയത്ത് 3000 ചില്ലറ വോട്ട് മാത്രമേ ചാത്തന്നൂര് BJPക്ക് ഉള്ളായിരുന്നു 2011. ആ ചാത്തന്നൂരിൽ ബി ഗോപകുമാർ മത്സരിച്ച് പിന്നീട് 2016 2ാം സ്ഥാനത്തേക്ക് BJP എത്തിച്ച് ഏറ്റവും ഒടുവിൽ 2021 മത്സരിക്കുമ്പോ ഈ ബി ഗോപകുമാറിന് 40,000-ലധികം വോട്ട് ലഭിച്ചിട്ടുണ്ട്. 40,000-ലധികം വോട്ട് 2ാം സ്ഥാനത്തോ ഇതേ ബി ഗോപകുമാർ തന്നെയാണ് ഇത്തവണയും മത്സരിച്ചിട്ടുള്ളത്. ശക്തമായ മത്സരമാണ്. അവിടെ വിജയിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളത് ഈ എക്സിറ്റ് പോളുകളിലൊക്കെ തന്നെ കാണാനും സാധിക്കുന്നു. ഇനി 6ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് കാസർഗോഡ് സീറ്റാണ്. കാസർഗോഡ് മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ തന്നെ 2021 തന്നെ BJPക്ക് 50,000-ലധികം വോട്ടുമുണ്ട്, 2ാം സ്ഥാനത്തുമാണ്. കാസർഗോഡ് മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 50,000-ലധികം വോട്ട് നിലവിൽ തന്നെ BJPക്ക് ഉറച്ച വോട്ടുണ്ട്. മറ്റൊന്ന് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്വതവേ അതായത് കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ തന്നെ ഇടതുപക്ഷം താരതമ്യേന ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയായിരുന്നു നിർത്തിയത്. എന്നാൽ ഇത്തവണ ശക്തനായ ഒരു ലീഡറെ നിർത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് സാമുദായിക വോട്ട് UDFിലേക്കും LDFിലേക്കും മാറി മാറി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കാസർഗോഡ് അശ്വിനി ജയിച്ചു കയറും എന്ന് തന്നെയാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് 7ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് സീറ്റാണ്. വട്ടിയൂർക്കാവിൽ ശ്രീലേഖ ശക്തമായിട്ട് അവിടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് കേരളത്തിൽ ഉടനീളം. വളരെ വ്യക്തമാണ് ഈ പറയുന്ന വട്ടിയൂർക്കാവിലെ വിജയം എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, കോർപ്പറേഷൻ പരിധിയിൽ കോർപ്പറേഷൻ ഇത്തവണ തലസ്ഥാന നഗരി BJP പിടിച്ചതിന്റെ റിസൾട്ട് വരാൻ പോകുന്നത് ഈ നിയമസഭാ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോയാ. ഒരു തർക്കവും വേണ്ട കേട്ടോ. ഈ പറയുന്ന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വലിയ പോസിറ്റീവ് റിസൾട്ട്. അതുകൊണ്ടൊക്കെയാണ് നിയമവും ഈ പറയുന്ന നിയമമൊക്കെ 100% വിജയം തന്നെ പറയുന്നത്. വട്ടിയൂർക്കാവ് സീറ്റും വിജയിക്കുമെന്ന് തന്നെയാണ് ഈ എക്സിറ്റ് പോളുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇനി 8ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് തൃശൂർ മണ്ഡലത്തിലെ പത്മജ വേണുഗോപാലിന്റെ സീറ്റാണ്. അവരാണ് അവിടെ മത്സരിച്ചത്. ലീഡർ കെ കരുണാകരനോട് താല്പര്യമുള്ള ആളുകൾ, അതായത് കോൺഗ്രസുകാരായിട്ടുള്ള ആളുകൾക്ക് പോലും അറിയാം കോൺഗ്രസുകാര് പത്മജ വേണുഗോപാലിനെ വഞ്ചിച്ചു. അത് വ്യക്തമാണ്. തൃശ്ശൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനത തിരിച്ചറിഞ്ഞത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്നുൾപ്പെടെ BJPക്ക് വലിയ വോട്ട് തൃശ്ശൂരിൽ വരാൻ പോകുന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് വലിയ വോട്ടുകൾ അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എക്സിറ്റ് പോളുകളിൽ ഉള്ളതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ പറയുന്ന തൃശ്ശൂരിലും വിജയം ഉറപ്പ് എന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകളിൽ വ്യക്തമാക്കുന്നത്. അടുത്തതായിട്ട് 9ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് പൂഞ്ഞാർ സീറ്റാണ്. പൂഞ്ഞാറിന്റെ കണക്ക് പറയുമ്പോൾ കുറെ ആളുകൾക്ക് അങ്ങ് കുരുപൊട്ടും. കഴിഞ്ഞ തവണയും 2ാം സ്ഥാനത്ത്, അതായത് ഒരു മുന്നണിയുടെ ഭാഗമാവാഞ്ഞിട്ടും സകല സുഡാപ്പികളും സകല ജിഹാദികളും സകല ജമാഅത്തെ ഇസ്ലാമിക്കാരും സകലരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നിട്ടും കഴിഞ്ഞ ഇലക്ഷൻ അന്തരീക്ഷം എന്ന് പറയുന്നത് PC ജോർജിനെതിരെയായിരുന്നു സകല ജിഹാദികളും. അതേപോലെ തന്നെ ഒരു എതിര് മാത്രമേ ഇത്തവണയുള്ളൂ. ജിഹാദി സുഡാപ്പി കൂട്ടുകെട്ട് ഇത്തവണയും PC ജോർജിനെതിരാ. പക്ഷെ കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ എതിരായിരുന്നു. കഴിഞ്ഞ തവണയും 2ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തവണ BJPയുടെ ഭാഗമാകുമ്പോൾ വളരെ വ്യക്തമാണ് അവിടെ വിജയത്തിലേക്ക് എത്തുമെന്നാണ് എക്സിറ്റ് പോളുകളിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 10ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് പാലയാണ്. അവിടെ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പോലും അവിടുത്തെ പ്രചരണം കണ്ട് ഞെട്ടി വിറച്ചുകൊണ്ട് ഗതികെട്ട് വിളിച്ചു പറയൽ തുടങ്ങി. പാലയിൽ ഇഞ്ചോടിഞ്ച് മത്സരം, അവിടെ ഒരു ത്രികോണ മത്സരമുണ്ട് എന്നുള്ളത് ഏറെക്കുറെ നമ്മുടെ സകല പ്രമുഖ മാധ്യമങ്ങളും അങ്ങ് സമ്മതിച്ചു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഈ പറയുന്ന പാലയിലും ജയിച്ചു കയറും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. 11ാമത്തെ സീറ്റ് എന്ന് പറയുന്നത് തിരുവല്ലയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി
തിരുവല്ലയിലേക്ക് കാലുകുത്തിയതോട് കൂടിയിട്ട് അവിടെ ഒരു ത്രികോണ മത്സരം എന്നുള്ളത് സകല പ്രമുഖ മാധ്യമങ്ങളും സമ്മതിച്ചതാണ്. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന തിരുവല്ലയിലും BJP സ്ഥാനാർത്ഥി അനൂപ് ആന്റണി വിജയിക്കുമെന്നുള്ളത് എക്സിറ്റ് പോളുകളിലൂടെ കാണിക്കുന്നതായിട്ട് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ 11 മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ വിജയ സാധ്യത എക്സിറ്റ് പോളുകൾ ഉൾപ്പെടെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഒരു കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. വരുന്ന റിസൾട്ട് വരുമ്പോൾ വളരെ വ്യക്തമാണ്. 140 മണ്ഡലങ്ങളിലും ഏറ്റവും വലിയ രീതിയിൽ വളർച്ച ഉണ്ടാകാൻ പോകുന്ന പാർട്ടി BJP ആണ് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.